ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആദ്ര, ഡെന്റൽ സർജനാണ്. പല്ല് സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലുള്ള കൂട്ടുകാരൻ്റെ ഈ അക്കൗണ്ട് തന്നെ നോക്കി ഫോളോ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ റീഷേപ്പിങ്ങിനെ കുറിച്ചാണ്. 3 രീതിയിലാണ് നമ്മൾ റീഷേപ്പിംഗ് അഥവാ പല്ലിന്റെ ഷേപ്പ് മാറ്റാറുള്ളത്. ആദ്യത്തേത് ഇനാമലോപ്ലാസ്റ്റി. ഇനാമലിന്റെ മാത്രം കുറയ്ക്കുന്ന ഒരു രീതിയാണിത്. നിങ്ങളുടെ പല്ലുകൾക്ക് ചെറിയ പൊട്ടലുണ്ട്, ഒന്ന് ലെവൽ ചെയ്യണം, അതല്ലെങ്കിൽ ഇത്തിരി ഏറ്റക്കുറച്ചിലുണ്ട്, അതൊന്ന് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനാമലോപ്ലാസ്റ്റിയാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ഇത് ചെയ്യുമ്പോൾ വേദനയൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവാം, എന്നാൽ അത് പിന്നീട് മാറുന്നതായിരിക്കും. ഇനി ചില ആളുകളുടെ പല്ലുകൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് ബ്ലാക്ക് ട്രയാങ്കിൾ പോലെ ചെറിയൊരു ഗ്യാപ്പ് കാണാം. ഇത് മാറ്റാനായി ഇവരുടെ പല്ലിൻ്റെ ഇടഭാഗം ചെറുതായി രാക്കി റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കിയ ശേഷം കമ്പിയിട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ഇത് ശരിയാക്കാനാവുന്നതാണ്. ഇങ്ങനെ പല്ലിൻ്റെ ഇടഭാഗം കുറയ്ക്കുന്ന പ്രൊസീജിയറിന് പറയുന്ന പേര് ഇന്റർ പ്രോക്സിമൽ റിഡക്ഷൻ അല്ലെങ്കിൽ IPR എന്നാണ്. ഇനി മറ്റു ചില ആളുകളുടെ പല്ലുകൾ തീരെ ചെറുതായിരിക്കും. ഇങ്ങനെയുള്ള പല്ലുകൾ കൂടുതലും ഈ ലാറ്ററൽ ഇൻസിസറാണ് കണ്ടുവരുന്നത്. ഇവരുടെ പല്ലുകൾ കമ്പിയിട്ട് നീക്കി കുറച്ച് സ്ഥലം ലഭിച്ച ശേഷം ഒന്നില്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പോസിറ്റ് റെസ്റ്റോറേഷനോ അതല്ലെങ്കിൽ വെനീസോ വെക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ താഴെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വേറൊരു ആതിര ബേബിയും കൂടി വരും. അത് എൻ്റെ അക്കൗണ്ട് അല്ല, ഇതാണ് എൻ്റെ അക്കൗണ്ട്. ശ്രദ്ധിച്ച് കറക്റ്റായി ഫോളോ ചെയ്യൂ കേട്ടോ. ഇത് പബ്ലിക് അക്കൗണ്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.